നിങ്ങളിൽ എത്ര ആൾക്കാരാണ് എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ കളിക്കുന്ന കുട്ടികൾ? വാട്ട് ഡു യു പ്ലേ? ഫുട്ബോൾ. എക്സലന്റ്. കാരണം എന്താ വെച്ചാൽ ലെറ്റ് മീ ക്ലാപ്പ് ദാറ്റ് ഫോർ ദാറ്റ്. ഓക്കെ. ഈ ബിപാത്തു എന്ന് പറയുന്ന കുട്ടി, ബിപാത്തുവിന് ഭയങ്കര ഡ്രീമാണ്. എല്ലാ ദിവസവും രാത്രി ബിപാത്തു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഉറങ്ങാൻ പോണ മുമ്പ്. അപ്പോൾ ഐ ഡ്രീം എവ്രി നൈറ്റ് ഇറ്റ്സ് എ സെയിം ഡ്രീം. ബിപാത്തുവിന് ഒരു ഏട്ടനുണ്ട്. ഏട്ടൻ്റെ പേര് സാദ് എന്നാണ്. സാദ് സെറിബ്രൽ പോൾസി ഉള്ള ഒരു കുട്ടിയാണ്. സെറിബ്രൽ പോൾസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂല്ലേ എന്താണെന്നുള്ളൊരു, അതൊരു കുട്ടികൾക്കുള്ളൊരു ന്യൂറോ ഡൈവേർജൻറ്റ് ഡിസോർഡർ എന്ന് പറയും. സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ്. അവർക്ക് അവരുടെ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ അവരുടെ കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. പിന്നെ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ ശരിക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെവി ശരിക്കും കേൾക്കില്ല, കണ്ണ് കാണില്ല. ഇതൊക്കെ ന്യൂറോളജിക്കൽ നെർവ്സിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഈ സാദ് എന്ന് പറയുന്ന കുട്ടി, അപ്പോൾ ബിപാത്തുവിൻ്റെ ഡ്രീം എന്താ വെച്ചാൽ എല്ലാ ദിവസവും രാത്രി ബിപാത്തു കാണുന്ന ഡ്രീം ബിപാത്തു, സാദ്, പിന്നെ നമ്മുടെ ആക്ടറല്ലേ ഹൃത്തിക് റോഷൻ, ഇവർ മൂന്നാളും ഫുട്ബോൾ കളിക്കുകയാണ്. ആൻഡ് ഹൃത്തിക് റോഷൻ ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം, സാദ് ഇസ് ദ ഗോലി, ആൻഡ് ബിപാത്തു ഇസ് ഓൾസോ ലൈക്ക് ഷീസ് എ സെൻറ്റർ ഫോർവേഡ്. അങ്ങനത്തെ ഒരു മെസ്സിൻ്റെ ഒക്കെ മാതിരിയുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ബിപാത്തുവിൻ്റെ ഡ്രീം ഇതാണ്. രാവിലെ നീക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഷീ ഹാസ് ടു ഗെറ്റ് അപ്പ്. വീട്ടിൽ അവർ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ബിപാത്തുവിന് ഒരു ഏട്ടനും ഒരു അനുജനും ഉണ്ട്, ഫൈസൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചെറിയൊരു ഫാമിലിയാണ്. ദിയർ എ പുവർ ഫാമിലി. അപ്പോൾ ധാരാളം പൈസയും ഒന്നുമില്ല. അവർക്കൊരു ബുക്ക് വാങ്ങണം എന്നും കൂടെ ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം മരുന്നിനും ഭക്ഷണത്തിനും ഒക്കെ പൈസ വേണ്ട സമയത്ത് ബുക്ക് ആരും വാങ്ങില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ബിപാത്തു ജീവിക്കുന്നത്. പക്ഷെ ബിപാത്തുവിന് ഒരാശയുള്ളൂ ജീവിതത്തിൽ, ഫുട്ബോൾ കളിക്കണമെന്ന്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ സ്കൂളിൽ എത്രത്തോളം കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്? അധികം പെൺകുട്ടികളുണ്ടോ കളിക്കുന്നത്? നിങ്ങളുടെ സ്കൂൾസിലൊക്കെ ഉണ്ടാവും. എൻ്റെയൊക്കെ നാട്ടിൻ പുറത്തില്ലേ, അവിടെ ഭയങ്കര ഇവിടെ കേരളത്തിലത്തെ എല്ലാ സ്ഥലത്തെയും മാതിരി എല്ലാവർക്കും ഫുട്ബോൾ ക്രേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൻ പുറത്ത് ഒരു 4 ഷോപ്സ് ഉള്ളൊരു സ്ഥലമുണ്ട്. അത് പണ്ട് ഏതൊരു ബസ് സർവീസ് അത് കളിയാക്കിയിട്ട് സിറ്റി എന്നാണ് അതിന് പേരിട്ടത്. അപ്പോൾ 4-5 ഷോപ്പാണല്ലോ. അപ്പോൾ അതിന് അവർ മുണ്ടക്കോട്ട് കുറിശി സിറ്റി എന്നാണ് അത് വിളിക്കുക. അപ്പോൾ ഈ മുണ്ടക്കോട്ട് കുറിശി സിറ്റിയിൽ നമ്മൾ പോയി ചില ഫുട്ബോൾ സീസണൊക്കെ ആയ വേൾഡ് കപ്പോ അല്ലെങ്കിൽ എന്താണ് കോപ്പ അമേരിക്ക ഉണ്ടായാലും ഒക്കെ ഉണ്ടായാലും എന്താ കാണുക വെച്ചാൽ വലിയ വലിയ ഫ്ലെക്സ് ബോർഡ്സ് കാണും. നെയ്മാറിൻ്റെയും റൊണാൾഡോൻ്റെയും ആരൊക്കെ ടീംസ് വെച്ചപ്പോൾ എക്വഡോർ ടീമോ അല്ലെങ്കിൽ ഉറുഗ്വേ ടീമിൻ്റെ ഒക്കെ ഫ്ലെക്സ് ബോർഡ്സ് ഉണ്ടാവും. ഇത്ര തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമമാണ്. പക്ഷേ I haven't to this day seen a single girl play football. അപ്പോൾ ഇങ്ങനത്തെ ഒരു വില്ലേജിൽ ബിപാത്തു എന്ന് പറഞ്ഞ ഈ കുട്ടി താമസിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കണം വെച്ചാൽ എന്താണ് ചെയ്യുക? ഒരു വഴിയില്ല കളിക്കാൻ. ആൻഡ് പ്ലസ് ഷീസ് ഗോട്ട് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം. അവർക്ക് വീട്ടിൽ കോഴിയുണ്ട്, ആടുണ്ട്, അതിനെ നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ബിപാത്തു എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവർ അവിടുത്തെ LP സ്കൂളിൽ പഠിക്കുകയാണ്, ഗവൺമെൻറ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഈ കഥ സെറ്റ് നിങ്ങൾക്ക് അറിയണ ഒരു സമയമായി ഓർമ്മ ഉണ്ടാവും, എനിക്കറിയാം. പാൻഡമിക് കഴിഞ്ഞ സമയത്ത് സ്കൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കണം. പിന്നെ എല്ലാ ചെറിയ വില്ലേജസിലും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവും. ദ ഹെൽത്ത് ഇൻസ്പെക്ടർ വിൽ ബി ദെയർ. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ഒരു മകൻ അവിടെ വരികയാണ്, രാഹുൽ എന്ന് പറഞ്ഞിട്ട്. രാഹുൽ പ്ലേസ് ഫുട്ബോൾ വെരി വെൽ. പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒരു ബുള്ളി ഉണ്ട്. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉണ്ടാവില്ലേ അങ്ങനെ ഓരോ ബുള്ളീസ് ഉണ്ടാവില്ലേ, നിങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നതും വെറുതെ നിങ്ങളെ കളിയാക്കലും ഒക്കെ. അതേപോലെയാണ് ഈ സുലൈമാൻ എന്ന് പറയുന്ന ഈ കുട്ടി. അപ്പോൾ സുലൈമാൻ എന്താ വെച്ചാൽ അവിടുത്തെ ആ വില്ലേജിൽ വലിയൊരാളുടെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കുട്ടിയെ കുറച്ചൊരു പേടിയുണ്ട് അവർക്ക്. ആ കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുമ്പോൾ സുലൈമാൻ സമ്മതിക്കില്ല ആരെയും ഫുട്ബോൾ കളിക്കാൻ. കാരണം ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സെലക്ഷൻ വരുന്ന സമയത്ത് സുലൈമാൻ തീരുമാനിച്ചിരിക്കുന്നത് സുലൈമാനെ എന്നെ സെലക്ട് ചെയ്യണം, വേറെ ആരെയും സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഹി വോണ്ട് ലെറ്റ് എനിബോഡി എൽസ് പ്ലേ അവിടെ എന്താ പറയുക ടീമിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ബിപാത്തു മാനേജ് ആൻഡ് ഇവർ മൂന്നാളും കൂടെ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ബിപാത്തു ഉണ്ട്, രാഹുൽ ഉണ്ട്, ഇവർക്ക് ഫുട്ബോൾ കളിക്കണം. പക്ഷേ ദർ ഇസ് നോ വേ ദേ കൻ പ്ലേ കാരണം സുലൈമാൻ വോണ്ട് ലെറ്റ് ദം.
ആൻഡ് ഈ ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടർ എന്നെ പറ്റി തന്നെ എഴുതിയതാണ് കേട്ടോ. മദാമ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായില്ല. അപ്പൊ ഈ മദാമ എന്താ, മദാമയ്ക്ക് കണ്ണ് കാണില്ല, എനിക്കും കണ്ണ് കാണില്ല. അപ്പൊ മദാമ ഇങ്ങനെ എല്ലാ ദിവസവും ബിപാത്തുവും മദാമയും കൂടെ ആ നാട്ടിൻ പുറത്ത് കൂടെ നടക്കാൻ പോകും. നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മദാമയ്ക്കൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണത് ബിപാത്തോടെ പറയും. ഇതാ ഇപ്പുറത്ത് കണ്ടോ കുന്നുണ്ട്, ഇവിടെ എന്താ പറയുക ആൾക്കാരിരുന്ന് ചായ കുടിക്കണു, അങ്ങനെ അങ്ങനെ. അപ്പൊ ശരിക്കും ഒരു എനിക്കറിയില്ല നിങ്ങളൊക്കെ എത്രത്തോളം, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സോറി, എവിടെയാണ് അതുള്ളത്? നടക്കാവ് അല്ലേ? നടക്കാവ് പറഞ്ഞാൽ നിങ്ങൾ നാട്ടുംപുറം, എനിക്ക് അറിയില്ല എത്രത്തോളം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനത്തെ നാട്ടുംപുറത്താണ് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ ഉണ്ടാവും കാണാൻ. അപ്പം അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പം അങ്ങനെ അവിടെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, മാഷ് എന്ന് പറഞ്ഞിട്ട്. മാഷ് എന്ന് പറഞ്ഞാൽ അയാളൊരു അവിടുത്തെ ഒരു പ്രമുഖനാണ്, അത്രേ ഉള്ളൂ, വേറെ അയാൾക്ക് പണിയൊന്നുമില്ല. അപ്പോൾ അയാള് ഇവരൊക്കെ ഫ്രണ്ട്സ് ആവും. അപ്പോൾ ഈ മാഷ് പറയും ഇങ്ങനെ, എൻ്റെ വീടിൻ്റെ അവിടെ വലിയൊരു എന്താ മിറ്റം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. കാരണം പണ്ടൊക്കെ കൃഷി ചെയ്താൽ ഈ കൃഷിയുടെ ഈ നെല്ലും വൈക്കോലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഒരു മിറ്റം ഉണ്ടാവും. അപ്പം നമുക്ക് അതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ തുടങ്ങും. പക്ഷെ ഇവർക്ക് ഒരു ഇങ്ങനത്തെ ഒരു നിങ്ങളുടെ ഇങ്ങനെ സിറ്റി മാരിയല്ലല്ലോ, പോയിട്ടൊരു ഫുട്ബോളൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഞാൻ പീഡിയെന്ന് പറയുന്നത്, ഷോപ്പിലൊക്കെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല, എത്ര പോകുന്ന ബോളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഫുട്ബോൾ കളിക്കാൻ? അപ്പൊ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഇവിടെ IM വിജയൻ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ട്? ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? IM വിജയന്റെ സ്റ്റോറിയിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഓഫ് ഹിസ് ലൈഫ്. മൂപ്പര് കളിക്കാൻ തുടങ്ങിയത് തുണിപ്പന്തിലാണ്. കാരണം ഹി കുഡന്റ് അഫോർഡ് ഫുട്ബോൾ. സോ ഈ കീറിയ തുണി കഷ്ണങ്ങൾ കെട്ടിയിട്ട് ഒരു ബോൾ മാതിരി ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ മാഷ് പറയും നമുക്കൊരു ബോൾ ഉണ്ടാക്കാം. അപ്പൊ IM വിജയൻ അതൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് ഇത്ര വലിയ ആളായില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് മൂപ്പര് എല്ലാ നാട്ടുംപുറത്തൊക്കെ എല്ലാ ഓണം, വിഷു, തിരുവാതിര എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും കൊണ്ടുവന്ന് ഒരു മുണ്ട് കൊടുക്കും ഈ മാഷിന്. അപ്പൊ മാഷ് പറയും കുറേ മുണ്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ട് അവർ മുഴുവൻ ഒരു ബോൾ ഉണ്ടാക്കി അവർ കളിക്കാൻ തുടങ്ങും അവിടെ. ഇതിന്റെ ഇടയിൽ ഒരു നായ്ക്കുട്ടിയെയും റെസ്ക്യൂ ചെയ്യും അവർ, ഡുഗു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഡുഗുന്ന് എന്താ വെച്ചാൽ പേരിടണം കാരണം എന്ന് വെച്ചാൽ ഹൃത്തിക് റോഷന്റെ പെറ്റ് നെയിം ഡുഗു എന്നാണ്. അപ്പോ ബിപാത്തുവിന് ഹൃത്തിക് റോഷനോട് ഭയങ്കര ആരാധനയും ഷീസ് ക്രഷിങ് ഓൺ ഹിം. അപ്പോൾ നിങ്ങൾക്ക്, ഐ എം ഷുർ ഓൾ ഓഫ് യു ഹാവ് എ ഫേവറേറ്റ് മൂവി സ്റ്റാർ അല്ലേ? അതേപോലെ തന്നെ ഹർ ഫേവറേറ്റ് മൂവി സ്റ്റാർ ഇസ് ഹൃത്തിക് റോഷൻ. ആൻഡ് സോ ദെൻ ഷീ ഡിസൈഡഡ് ദാറ്റ് ഈ നായ്ക്കുട്ടിയുടെ പേര് ഡുഗു എന്നിടാന്ന്, കാരണം ഹൃത്തിക് റോഷന്റെ പെറ്റ് നെയിം അല്ല. അപ്പൊ ഇവർ 4 ആളും കൂടിയാണ് കളിക്കുന്നത്. അപ്പൊ സാദിനെയും കൂട്ടും അവർ കളിക്കാൻ. അപ്പോൾ സാദിന് ഇവര് മദാമയും മാഷും കൂടെ ബ്രേസസ് വാങ്ങിക്കൊടുക്കും. ഈ നീലിടുന്ന ബ്രേസസ് ആണ്. ഈ സെറിബ്രൽ പോൾസിയുള്ള കുട്ടികൾക്ക് ഒന്നൊരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട് അവര് ബ്രേസസ് ഇടും. അപ്പോൾ സാദിന്റെ സ്റ്റാൻസ് എങ്ങനെയാ വെച്ചാൽ ഈ ഫുട്ബോള് ഗോളി നിൽക്കണ മാതിരി ഇങ്ങനെയാണ് നിൽക്കുക. പിന്നെ ഒരു ഫുട്ബോൾ ഹിസ്റ്ററിയിൽ വളരെ ഒരു ഫേമസ് ഗോളി ഉണ്ട്, ബ്ലാക്ക് സ്പൈഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എങ്ങനെയാ വെച്ചാൽ ഹീ ക്യാൻ ലൈക്ക് ടേക്ക് any kind of goal that comes in. He'll go this way, any which way. അതേപോലെ തന്നെയാണ് സാദ്, because of his body movements, he's able to move anyway. And Bipathu is very very like fast. അപ്പോൾ ഇവര് ഈ ഡുഗു's a dog, സാദ് ആൻഡ് ബിപാത്തു ആൻഡ് മാഷ്, ഇവർ 4 ആളാണ് രാഹുലിനെ ട്രെയിൻ ചെയ്യുന്നത്. അവസാനം ദേ ഹാവ് ദ ഡിസ്ട്രിക്ട് സെലക്ഷൻ. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗെറ്റ്സ് സെലക്റ്റഡ്. അപ്പോൾ ഫുട്ബോൾ കോച്ച് ഇങ്ങനെ വന്ന് പറയാണ് ആരാണ് ഈ കുട്ടിയെ ട്രെയിൻ ചെയ്തത് എന്ന്. അപ്പോൾ സ്കൂളിലത്തെ ഒരു മാത്സ് മാസ്റ്റർ ഉണ്ട്, PT മാസ്റ്റർ ഇല്ല, മാത്സ് മാസ്റ്ററാണ് ഫുട്ബോൾ ഇത് ചെയ്യണത് അവർക്ക്. അയാൾ പറയും ഐ ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ ആരോ പറയും ഇങ്ങനെ ഈ എൻ്റെ ഫ്രണ്ട് രാഹുൽ പറയും എൻ്റെ ഫ്രണ്ട് ബിപാത്തു, ഡുഗു, മാഷ് ആൻഡ് സാദ്, ഇവര് 4 ആളാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഫുട്ബോൾ കോച്ച് ഇങ്ങനെ ബിപാത്തുവിനെ നോക്കിയിട്ട് പറയും അടുത്ത ആഴ്ച ഗേൾസ് ടീമിന്റെ സെലക്ഷൻ ഉണ്ട്, why don't you bring her? So it ends like that. So it's a story about a young girl who believes in something, who has a very big dream, and the dream is there is an avenue opened for her where she can make the dream come true. I mean, the rest is up to her, of course, right? So this is the book Bipathu and a very big dream. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെച്ചാൽ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം, എന്നിട്ട് പിന്നെ ഞാൻ വായിക്കാം. Any questions?
Any questions? Ask me about anything. It doesn't matter. About this book, about writing, about children, about... ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്തു. ചിലപ്പം അറ്റ് നൈറ്റ് മോന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഐ ഹിറ്റ് പറ്റുന്നില്ല ചിലപ്പോൾ. കുറെ പറയും പിന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എങ്ങനെയാ വെച്ചാൽ ക്യാരക്ടേഴ്സ് എങ്ങനെ അറിയോ, ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഐ ബി ലുക്കിംഗ് അറൗണ്ട്, ഐ എം ഒബ്സർവിങ് തിങ്സ്. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്ര പെൺകുട്ടികളുണ്ടല്ലോ, like tomorrow I might see something about one of them in their face that I want to bring into a book. അപ്പൊ അവിടുന്ന് തുടങ്ങുന്നതാണ്. പക്ഷെ ഈ ബുക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു ബുക്കാണ്. ഇറ്റ്സ് വെരി റൂട്ടഡ് ഇൻ റിയാലിറ്റി. അങ്ങനെ ഇൻഫാക്ട് ഈ ഡുഗു എന്ന് പറഞ്ഞ നായ്ക്കുട്ടി, ഞാൻ ഹിമാചൽ പ്രദേശിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്കൊരു ഫാം മാതിരി ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ അവർക്ക് 4 നായ്ക്കളുള്ളതാണ്. അതിൽ ഈ ഡുഗു എന്ന് പറഞ്ഞൊരു നായുണ്ട് അവിടെ. അപ്പൊ അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അവൻ എങ്ങനെ എന്നെ അവിടെ ചെയ്യാച്ചാൽ, അവൻ റൂമിലേക്ക് വന്നിട്ട്, ഹീസ് എ ബിഗ് ഡോഗ്, മൗണ്ടൻ ഡോഗാണ്. അവൻ വന്ന് ഒറ്റ ചാട്ടം എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടിയിട്ടാണ് ഈ വേക്സ് മീ അപ്പ്. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു, അന്ന് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ, അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയോട്, ഞാൻ പറഞ്ഞു, അരുഷി, ഐ ഹാവ് ടു പുട്ട് ഡുഗു ഇൻ ടു എ ബുക്ക്. അപ്പൊ ഈ ബുക്കിൽ ആദ്യം ഇപ്പൊ നായ്ക്കുട്ടി ഉണ്ടായിരുന്നില്ല. ഈ ഡുഗുവിനെ ഐ സ്പെൻഡ് ടൈം വിത്ത് ഹിം ആൻഡ് ഐ കെയിം ബാക്ക് ആൻഡ് ഇൻക്ലൂഡഡ് ഹിം. സോ ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്. ആൻഡ് അതേമാതിരി ഈ സാദ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടിന്റെ മോന് സെറിബ്രൽ പോൾസി ഉണ്ട്. അപ്പോൾ ആ കുട്ടിയും ഞാനും ഇടയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കുട്ടീനെ. ആ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ I was telling my friend Abdul, I said, Abdul, I have to put Saad into this book. Appo this book is like actually a collection of all my favorite people, including myself. Not my, that's a joke. But what I mean is like the character Bipathu is built around my own childhood to some extent. പിന്നെ എൻ്റെ ഈ ഫ്രണ്ട് ആറുഷി എന്നേ പറഞ്ഞില്ലേ, നായ്ക്കുട്ടിയുള്ള അവരുടെ, she's a young girl, she's 32 years old. അപ്പോൾ അവളുടെ കുട്ടിക്കാലത്ത് how she was, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ബിപാത്തു. അപ്പൊ എനിക്ക് തോന്നുന്നു അത്ര ഒരു സ്നേഹം തോന്നുന്ന കാരണമാണ് ഓരോ ക്യാരക്ടേഴ്സിനോടും ഐ സ്പെൻഡ് സോ മച്ച് ഓഫ് എനർജി and devoted my time to creating these characters, so yeah, I mean that's so from those characters the story was born. എന്താ വെച്ചാൽ ഇത് ഇറ്റ്സ് ഓൺലി എ ഡ്രീം. ഇതിലെ ബുക്കിന്റെ ടൈറ്റിൽ തന്നെ ബിപാത്തു എ വെരി ബിഗ് ഡ്രീം അല്ലേ. സോ I'm just going to read the last line so you'll understand why I said it should be like this. No? The last paragraph. That night, Bipathu had a dream. She was at a football game, only that she was the one playing. She flew like the wind, the ball almost attached to her foot. She passed the ball to Rahul, who passed it back to her, and she kicked it towards the goal post, and the stadium erupted into cheer. Fireworks went off, and a plane wrote in the sky, GOAL. Bipathu opened her eyes. She cradled her cheek in her palm. Her dream may very well come true. It was all up to her now. Thank you, universe, she whispered into the night. High in the sky, a star twinkled. So basically, it's like the universe can take you there, but after that, it's entirely up to you what you do with it. So I don't want to think like, children to believe that you can just have a dream and it'll come true, but you also need to work to make the dream come true. So I wanted it to kind of end on that note. I'm going to start at the beginning. Bipathu loved many things, but she loved 3 things more than anything else in the world. Her elder brother Saad, whom she called Ikka, football, and Hrithik Roshan. It wasn't that she didn't love Umma or her little brother Faisal Kutti, but Saad, football, and Hrithik Roshan occupied another plane of love which was mixed with admiration. And what bothered Bipathu more than anything else was that only Saad would ever know how much she loved him. For one, Hrithik Roshan didn't even know that she existed. As for the other, the truth was she was not allowed to love football. In fact, no one but Ikka knew how much she loved football. Almost every night, Bipathu had the same dream. Saad, Hrithik Roshan and she were playing football. It was the 86th minute and both teams were equally placed, 0-0. Something had to be done. Then Bipathu would see a chance. She would dart like lightning and manage to take possession of the ball. She would dribble the ball so that
so fast that not even Suleiman, who was the best player in their school, could come anywhere close. The referee would blow the whistle just then, and as one, the stadium would erupt into a loud cheer. Bipathu! Hrithik Roshan would turn to beam at her and loudly say, Bipathu, you made it possible. Everyone watching would stand up and clap and clap and clap. So many claps that it sounded like thunder. They were all there, her classmates and her madrasa friends, Wapa, Umma, and Faisal Kuti, Ustad from the madrasa, and even Marsh. And they would look at her as if she was a golden full moon. And all of them watched Hrithik Roshan, who was the captain of her team, would put her on his shoulders and run around the football ground while the rest of the team followed cheering. As for Saad, he would turn cartwheels by the goalpost. He was the goalkeeper, and he hadn't let any goals go past him either. They were a team, Saad, Hrithik Roshan, and she. Once the game was over, Hrithik would turn to Bipathu and say, Bipathu, would you like an ice cream? I think you deserve one. If you hadn't assisted as you did, we couldn't have scored that goal. What do you say, Saad? And Saad would nod furiously. And then they would walk to the side of the ground where a man stood under an umbrella attached to his cycle cart. The man would offer them 3 cones heaped with ice cream, chocolate for Saad, mango for Hrithik Roshan, and strawberry for her. She was just about to take a giant bite of her ice cream when a bird chirped in her ear loudly and continuously. Bitu, Bitu, the bird called her, its thin, reedy voice cutting through the joy of the dream. Bipathu sat up straight. She rubbed the dream out of her eyes as she jumped from the mattress and onto the floor. Through her sleep, what Bipathu had heard was the bird-like noises of Saad calling out to her. Bipathu folded the sheet into 4 squares, then she put it under the pillow and rolled up the mattress. She put it at the foot of Umma's bed, who was fast asleep, and so was Faisal Kuti, curled up next to her. Bipathu looked at Umma's mobile. It was 5:30 a.m. Why was Saad waking her up? She ran to the front door. He slept on a cot there, and it was Bipathu who usually woke him up. But for once, he was sitting up and pointing to the window. He was wearing his glasses and had his hearing aid on as well. See? He pointed to the window, even though his hand shook with the effort of holding it up for so long. Bipathu followed the direction of his finger. Babu sat on the window washing himself. What's wrong with Babu? She asked. No, Babu, see, he said, frustration making his voice curl into a shrill. I will, Bipathu said hastily to calm him more than anything else. She went to the window. Babu looked at Bipathu and pretended not to see her. Babu was a moody cat. Some days he wove himself between her legs, curling his tail around her shin and mewing as if she were his best friend. Other days he stared at her suspiciously as if she were a dog, best avoided. And on other days he ignored her entirely. Today was his I don't know you day. Across the road was a giant compound that looked like a forest. There were many, many trees, and deep within the trees was a small house. The roof was a dull red and sloped down on all 4 sides. The walls were brick colored too. But this morning, Bipathu didn't look at the house, and instead she watched a man first carry a suitcase and then several cardboard cartons into the house from a car parked there. A few minutes later, a woman stepped out of the car. She was tall with shoulder-length curly hair streaked with grey. Bipathu's hand flew to her mouth. Madama, she cried, recognizing the woman. That's the Madama, but why is she wearing dark glasses when the sun isn't out? Bipathu turned to Saad. Pass, he warbled. Bipathu smiled at him. Saad knew all the words, even if he couldn't speak them properly. Patras was what he had said, but it definitely wasn't Patras. The Madama didn't show off, unlike some other people in the village. She's nice, Ikka, Bipathu said, not a show off. Not like some people we know. Saad grinned at her. He knew who she was referring to. 2 houses away from the Madama lived Santosh, who owned an electrical shop at Calicut. Santosh's house was big and filled with everything he could lay his hands on before he left Oman for good. He couldn't start a sentence without saying back in Oman. Santosh was so full of patras that he needed an extra room in his house to keep it, someone had said. But Bipathu didn't dislike Santosh for being a show-off. What upset him most was him cutting down a giant tamarind tree. Any questions you have? ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? Hello.
I would like to say that you have this penchant to put into words what we have an extremely sublime feeling about an occasion, or say about an object into words. Uh, on the context, let me ask you a question about the recent trends in this. Now we have this AI in writing and all that, prose and all. So, has it affected any way the publishers are looking at? Uh, of course, you are an established writer, but about new writers and about the new people those are writing on the they have so many sub writers to bring up a particular topic, so you have so many subplots and different people uh, say develop on the plots, and then ultimately all of them come together and the project is launched, a book is launched. So has it anyway affected the new people those who are writing, the approach of the publishers? And this recent trends of AI and other this in writing, has it affected the present day writers? So my take on AI itself, AI, artificial intelligence, basically is that, see, what I bring into a book, AI will never be able to match up an experience. It knows all the, it's all like algorithm, right? So ultimately, it's all into blocks of thought. It's not now. One of the joys about being a creative person is where you don't know what is coming. When I'm writing, I don't know what is coming. It just comes from somewhere. It's a collective experience of everything I have observed, everything I have experienced, I have read, I've heard. So, in the sensory organs, have had a role to play in what I write. The AI algorithm is never going to be able to match up to it. Apart from which, I think even publishers recognize this. AI is great for maybe a technical journal. It's great for content writing of a certain kind, but it can never, I think, ever take the place of uh, true creative writing. Yeah. So, okay, let me tell you about some of my other books then. This is just one book. So, I have a few other children's books. One is published by Mango, which is called Once Upon a Time Tales. So basically, like I told you, I come from this really small village, Mundakotukurshi പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ എനിക്ക് കഥ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ഒരു റൂളായിരുന്നു. കഥ പറയണം, എന്നാലാണ് എൻ്റെ വായ തുറക്കുള്ളൂ എന്നാണ്. അപ്പോൾ അമ്മ എന്താ ചെയ്യുക വെച്ചാൽ, അമ്മയുടെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ എനിക്ക് പറഞ്ഞുതരും. ഇങ്ങനെ പറയും, നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഓരോ കഥകളൊക്കെ. ചിലതൊക്കെ ഇങ്ങനെ അമ്മേനെ ഉണ്ടാക്കുന്ന കഥകളാണ്. ഈ ഇങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ഒരു എന്താ പറയുക, പ്രോവേബ് ഉണ്ടല്ലോ, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്നൊക്കെ. അപ്പൊ അതെടുത്തിട്ട് ഒരു കഥ ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ഒരു പണിക്കാരൻ്റെ ഒരു കഥ ഉണ്ട്. ഈ പണിക്കാരനെ നാട്ടിൻപുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ഒരു സിറ്റിയിലേക്ക്, ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക്. ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് പണ്ടത്തെ കഥകളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇക്കാലത്തൊന്നും യു കാൺ ബ്രിങ് ഇറ്റ് ബി ചൈൽഡ് ലേബർ, യു കാൺ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥകൾ മീൻസ് നാട്ടിൻപുറത്തുനിന്ന് വന്ന ഈ ഫോക്ക് ടെയിൽസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കഥാപുസ്തകമുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് വൺസ് അപ്പോൺ എ ടൈം ടെയിൽസ്. പിന്നെ I did two I think, a collection of stories which is based on Indian mythology, which is നമ്മളുടെ ഈ എപ്പിക്സിലുള്ളത്, രാമായണത്തിലും പുരാണത്തിലൊക്കെ ഉള്ള ഓരോ കഥകളും അങ്ങനത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറേ കുട്ടികൾക്ക്, നമുക്ക് പൊതുവേ എല്ലാവർക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു certain number of stories ആണ് അറിയുള്ളൂ. അവർക്ക് they don't know enough about what actually is there in Indian mythology. ഇപ്പം നമ്മൾ റോമൻ mythology അല്ലെങ്കിൽ ഗ്രീക്ക് mythology എടുത്താൽ അതിലുള്ള മാരത്തെ കഥകൾ മുഴുവൻ ഇല്ല. നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കേൾക്കുന്ന രാമനും കൃഷ്ണനും ഉള്ള കഥകൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതല്ലാതെ വേറെയും എത്രയോ കഥകളുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ് is this book I wrote called Mueza and Baby Jan. It's stories drawn from the Quran. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഇതിൽ ഇവിടെ കുറേ കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ if I were to ask you what is the name of Jesus's mother, I suppose all of you know that. You know it's Mary.
But I discovered, like, I see a lot of Muslim children here, so you might know the answer. If I were to ask, if I were to go to a school which has a predominantly Hindu or Christian population, അവിടെ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് പ്രോഫറ്റിന്റെ അമ്മയുടെ പേരെന്താ ചോദിച്ചാൽ ആർക്കും അറിയില്ല അത്. There are a lot of things that people don't know about what is there in the Quran, the stories that are there, and how it's so beautiful if you see it. There are some stories that appear in the in the Hindu Puranas. It appears in the Old Testament, which is the Jewish thing. And then you have, of course, the Quran. You see these stories appearing, for instance, namala first ഹിന്ദു എപ്പിക്കിൽ എടുക്കുക വെച്ചാൽ നമ്മൾ ദശാവതാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിലത്തെ ആദ്യത്തെ വരുന്നത് മത്സ്യാവതാരമാണ്. ഈ മത്സ്യാവതാരം മേക്സ് ഇറ്റ്സ് പ്രസൻസ് ഫെൽറ്റ് ഇൻ ദ സ്റ്റോറി ഓഫ് നോവ ആൻഡ് ദ ആർക്ക്. അതേപോലെ തന്നെ ഈ മത്സ്യാവതാരം ആൻഡ് നോവ ആൻഡ് ദ ആർക്ക് appears in the Old Testament as well as in stories drawn from the Quran. നൂ എന്നാണ് ആ പ്രോഫറ്റിന്റെ പേര്, ആ നബിയുടെ പേര് നൂ എന്നാണ്. അപ്പം ഈ കഥകൾ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ ഈ കഥകളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മളൊരു ടീച്ചറായിട്ട് നോക്കുമ്പോൾ ഇതിന് എന്താ പറയുക വെച്ചാൽ ഇതിനൊക്കെ ക്രിയേഷൻ മിത്സ് എന്നാണ് പറയുക, എങ്ങനെയാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ ക്രിയേഷൻ മെത്ത് ഫോർ ഇൻസ്റ്റൻസ് എല്ലാ റിലിജൻസിലും ഇറ്റ്സ് ദ സെയിം തിങ്. അപ്പോൾ I wanted to write a book of stories drawn from the Holy Quran. And ഞാനിത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് 13th centuryയിൽ വളരെ ഒരു ഒരു വെരി ഫേമസ് ഇസ്ലാമിക് സ്കോളർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്താ ചെയ്തത് വെച്ചാൽ അയാൾ ഈ ഖുറാനിന് കുറച്ച് കഥകൾ ഇങ്ങനെ എടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ ഒരു ബുക്ക് മാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു അവർ ഈ മതപ്രസംഗങ്ങളിലും പിന്നെ മദർസയിലൊക്കെ യൂസ് ചെയ്യുന്ന കഥകളായിരുന്നു. അപ്പോൾ I found that and I said let me work on those. അപ്പോൾ ആ കഥകൾ എടുത്തിട്ട് I've created this collection. അപ്പോൾ ഈ കഥ എങ്ങനെ പറയണ വെച്ചാൽ നബിക്ക് പ്രോഫറ്റ് മുഹമ്മദിന് ഒരു പൂച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. He was very very fond of his cat. He loved his cat. അപ്പോൾ മൂപ്പർ എവിടെ പോയാലും ഈ പൂച്ചയെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ പൂച്ച അങ്ങനെ ഈ മതപ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് പൂച്ചയ്ക്ക് കുറേ കഥകളൊക്കെ അറിയാം അങ്ങനെ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അവർ ഡെസേർട്ടിൽ ദ കാറ്റ് ഇസ് ലോസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ഈ പൂച്ച രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ അറിയില്ല മലയാളത്തിൽ പറയാം, ഒഎസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, ഈ കുറേ മരുപ്പച്ച ഓക്കെ ന്യൂ വേർഡ്. അപ്പം മരുപ്പച്ചയിൽ ഈ പൂച്ച അവിടെ ഇരിക്കുകയാണ്, പൂച്ചക്കുട്ടി. അവൻ്റെ പേരാണ് മുയിസ എന്നുള്ളത്. പൂച്ചക്കുട്ടിയല്ല, അവൻ കുറച്ചൊരു മുതിർന്ന പൂച്ചയാണ്, കുറച്ച് പ്രായമൊക്കെ വന്ന പക്വതയൊക്കെ ഉള്ളൊരു പൂച്ചയാണ്. ആ സമയത്താണ് ഈ ജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ജിൻ എന്ന് പറയണ എന്താണെന്ന്. അപ്പോൾ ഈ ജിന്നിൽ തന്നെ 4 കാറ്റഗറി ജിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കാറ്റഗറിയാണ് ജാൻ എന്ന് പറയുന്ന ഈ ജിന്ന്. അപ്പോൾ ഈ ജാൻ എന്ന് പറയുന്ന ആൾക്കാർ അവർക്ക് ആ ഒരു ഫോം എടുക്കാം, എന്ത് ഫോം വേണമെങ്കിൽ എടുക്കാം. അവരെടുക്കണ ഈ ഫോം എടുക്കുന്നത് ഒരു വൈറ്റ് ബേബി ക്യാമലായിട്ടാണ്. അപ്പോൾ ഈ ബേബി ക്യാമലിൻ്റെ പേരാണ് ബേബി ജാൻ. അപ്പോൾ ഈ മുയസ ആൻഡ് ബേബി ജാൻ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ a cat and a camel, and avരുടെ as they talk, the stories from the Quran are brought out. So that is one of my favorite books after this. Hi ma'am, it's really inspiring to hear about how you have scaled such heights. And my doubt is not related to story. It's just that how can one pursue a career in writing? How does one get into writing? How can one pursue a career in writing? So one of the things that I would advocate any of you who wants to write here is that do not think about how you can make a career in writing first, but write and learn your craft. It's like, any artistic pursuit, whether you're a singer or a dancer, a sports person, unless there is practice, you can't get to that point. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുസ്തകം എഴുതണം, എല്ലാവരും എൻ്റെ പുസ്തകം വായിക്കണം, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. എന്താ വിചാരിക്കേണ്ടത് വെച്ചാൽ ഞാൻ ഇതൊരു ഇറ്റ്സ് എ ഡിവൈൻ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ദാറ്റ് ഐ ഹാവ്. സോ ലെറ്റ് മീ വർക്ക് ഓൺ ഇറ്റ്, ലെറ്റ് മീ ബിൽഡ് ദറ്റ് ക്രാഫ്റ്റ്. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടിയാച്ചാൽ ധാരാളം പാട്ട് പാടും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണ കുട്ടിയാച്ചാൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം.
അപ്പോൾ അങ്ങനത്തെ ഒരു നമുക്ക് എല്ലാ ആർട്ട് ഫോമിനും റൈറ്റിങ്ങിനും അതേപോലെ തന്നെ നമ്മൾ എഴുതിയാലാണ് ആ ഒരു ഒഴുക്ക് വരുള്ളൂ എഴുത്തിൽ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ലൈക്ക് നോട്ട് റെസിനേറ്റ്. ഈസ് ഓക്കെ. Thank you, ma'am. അപ്പോ ഞാൻ എന്താ പറയാ വെച്ചാൽ ഇവിടെ ഏതെങ്കിലും കുട്ടികളുണ്ട് എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ, റൈറ്റ് എവറി ഡേ. ഈവൻ ഇഫ് യു ജസ്റ്റ് റൈറ്റ് ഫോർ ചിൽഡ്രൻ, ഐ വുഡ് സേ ലൈക്ക് ഈവൻ ഇഫ് യു റൈറ്റ് 50 words every day, it's great. For grown-ups, 400 words a day. It's something that you have to do meticulously, religiously. Give yourself Saturday and Sunday off, but 5 days a week you need to practice your writing. And when you start doing it, the more you write, your mind opens up and the better you start writing. ചോദിക്കൂ, നിങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ. ഞാൻ കുട്ടിക്കാലത്തിനെ പറ്റിയിട്ടോ ശരി, ഞാൻ എൻ്റെ ജീവിതകഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ ജനിച്ചത് നാട്ടിൽ ഇവിടെ തന്നെയാണ്, ഷൊർണൂർ അടുത്തുള്ള എൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആകുമ്പോൾ എൻ്റെ അച്ഛൻ ഡിഫൻസ് ഫോഴ്സസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു 1 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ആവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. ആവടി എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച സമയത്ത് ഇന്ത്യയിൽ ഇത്ര തന്നെ ടെക്നോളജിയും ഒന്നുമില്ല. വി വർ എ വെരി പുവർ തേർഡ് വേൾഡ് കൺട്രി. വി സ്റ്റിൽ ആർ എ പുവർ തേർഡ് വേൾഡ് കൺട്രി, ബട്ട് വി ആർ ബെറ്റർ ഓഫ് നൗ. അപ്പോൾ അവിടെ ഉണ്ടാക്കിയിരുന്നത് ആ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ദാറ്റ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് തിങ് വെർ ദേ മേക്ക് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഈ വിജയന്ത ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടാങ്കാണ്. ഇന്നിപ്പോൾ ടാങ്ക്സ് ഇല്ല, കാരണം ഇന്നൊക്കെ ഡ്രോണും ഒക്കെ ഉള്ള കാര്യം, മിസൈലും ഒക്കെ ഉള്ള സമയമാണ്. പക്ഷേ അന്ന് ടാങ്ക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ആദ്യം ഉണ്ടാക്കിയിരുന്ന ടാങ്ക് അവിടെയാണ്. അപ്പം ഞാൻ വളർന്നൊരു സാഹചര്യം എങ്ങനെയാ വെച്ചാൽ, ഞാൻ ഈ കേന്ദ്രീയ വിദ്യാലയ പറഞ്ഞ സ്കൂൾസിലേക്കാണ് പോയത്. ഡിഫൻസ് ഫോഴ്സസിലാവുമ്പോൾ പേരൻസ് അതിലാവുമ്പോൾ നമ്മൾ അതിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ അധികവും തമിലിയൻസ് അല്ല, ഒക്കെ ബാക്കിയുള്ള ഇന്ത്യയുടെ വേറെ വേറെ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ്. പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് മഹാരാഷ്ട്രിയൻസും ബംഗാളീസ്, പഞ്ചാബീസ് ആൻഡ് ബീഹാറീസ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സെൻസ് ഓഫ് ഗ്രോയിങ് അപ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ദിസ് ഇസ് വാട്ട് ഇന്ത്യ ഇസ് എന്നാണ്. പിന്നെ ഞങ്ങളുടെ ഓർഡിനൻസ് ഫാക്ടറീസിലാകുമ്പോൾ ഡിഫറെൻറ്റ് മതങ്ങളിലുള്ള ആൾക്കാരുള്ള കാരണം അവിടെ എല്ലാ സ്ഥലത്തും ഒരു ടെമ്പിൾ ഉണ്ടാവും, ഒരു ചേർച്ച് ഉണ്ടാവും, പിന്നെ ഒരു മോസ്ക് ഉണ്ടാവും, ഗുരുദ്വാര ഉണ്ടാവും. കാരണം it's like an idea of what national integration truly could be, the idea of what India should be like. So I grew up like that. Pinna another interesting thing was that ഞാൻ 9th standard വരെ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ് ഒക്കെ ഹിന്ദിയിലാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഇംഗ്ലീഷ് ഇസ് ഫോർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ഇറ്റ് സെൽഫ്. പക്ഷേ ഹിന്ദിയിലായിരുന്നു ജോഗ്രഫി ആൻഡ് സോ ഐ സ്പീക്ക് ഹിന്ദി വെരി വെൽ. ഐ റീഡ് ആൻഡ് റൈറ്റ് ഇറ്റ് വെരി വെൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ I grew up with a sense of what is India, what it should be like. So I think even the writer that I am, I've always tried to bring in and then a sense of awareness of who we are as a country. We are a country that has always believed there is unity in diversity. That is something that we all believe in. നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത് എല്ലാ ഡിഫറെൻറ്റ് മതങ്ങളുണ്ട്, ഡിഫറെൻറ്റ് complexions, different hair, different kind of features. കാരണം വി ആർ എന്താ പറയുക, ഒരു അവിയൽ മാതിരിയാണ് ഇന്ത്യ ശരിക്ക്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഐ വാണ്ടഡ് ടു റൈറ്റ് ബുക്സ്. വെൻ ഐ റൈറ്റ് ബുക്സ് ഫോർ ചിൽഡ്രൻ, ഐ വാണ്ടഡ് ഇറ്റ് ടു ബി സംതിങ്. ഐ വാണ്ടഡ് ടു ബി സംതിങ് ദാറ്റ് ഞാൻ വളർന്ന മാതിരി ഇപ്പോൾ കുട്ടികൾക്ക് വളരാൻ പറ്റണില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ ട്രൈ. I wanted to write. So if you have a dream, you have to chase the dream. You can't say that the dream will happen on its own. You have to work towards building your dream. So thank you very much, and wonderful meeting all of you.